ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ശ്യാമയുടെ പുതിയ എപ്പിസോഡില് ശ്യാമയോട് ശ്രീ വന്ന് രാധിക പാടിയ ആ പോർഷൻ ഒന്ന് കേട്ടു നോക്കാൻ പറയണേ. അങ്ങനെ റെക്കോർഡിംഗ് റൂമിലേക്ക് ചെന്നിട്ട് പ്ലേ ചെയ്യാൻ പറയും. ശ്യാമ വന്നിട്ട് പ്രൊഡ്യൂസറോട് ചോദിക്കും, സാറാകെ ടെൻഷനായെന്ന് കേട്ടു. അയാൾ പറയും, അതെ മാഡം, മാഡത്തെ പോലെ ഒരാള് ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും ടെൻഷൻ ആവില്ലേ? പക്ഷെ കാത്തിരുന്നതും ടെൻഷൻ ആയതൊന്നും വെറുതെ ആയില്ല, കിട്ടിയത് ഒരു മുത്തിനെയാണ് മാഡം. രാധിക അല്ല ശ്രീ, ആ കുട്ടി വേറെ ഏതെങ്കിലും പാടിയിട്ടുള്ളതാണോ അതോ? അപ്പൊ ശ്രീ പറയും, ഇല്ല മാഡം, ആ കുട്ടിയുടെ വോയിസ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. അങ്ങനെ അത് പ്ലേ ചെയ്യുമ്പോ ശ്യാമയ്ക്ക് ഒരുപാട് ഇഷ്ടാവും. വെരി ഗുഡ്. ശ്രീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, വളരെ നന്നായിട്ടുണ്ട്, വല്ലാത്തൊരു ഫീല്. അപ്പൊ അശ്വതി പറയും, ഇത് കേൾക്കുമ്പോ ശ്യാമയുടെ ശബ്ദം പോലെ തോന്നില്ലേ? അപ്പോ ഡയറക്ടർ പറയും, ശ്യാമ മാഡത്തിന്റെ ശബ്ദം മാത്രല്ല, രൂപവും അത് തന്നെ. അത് കേൾക്കുമ്പോ ശ്യാമയും അശ്വതിയും അങ്ങ് ഞെട്ടാണ്. ഇവരുടെ മുഖത്തെ ഞെട്ടിൽ കാണുമ്പോ ഡയറക്ടർക്കും ശ്രീക്കും എല്ലാവർക്കും പേടിയാവും. ശ്യാമ എഴുന്നേറ്റ് വയ്ക്കും, എന്താ പറഞ്ഞേ? ശ്രീ പറയും, സോറി മാഡം, ആ കുട്ടിയെ കാണാൻ ഏകദേശം മാഡത്തെ പോലെയാണ്, ആ കാര്യം ഡിസ്ക്ലോസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതാണ്. ശ്യാമ ഒരു ഞെട്ടിലോടെ ഐശ്വര്യ അശ്വതിയെ നോക്കും. ശ്രീ, ആ കുട്ടി പോയോ നോക്കിയേ, എനിക്ക് ആ കുട്ടിയെ കാണണം ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ശ്യാമ വിളിക്കാ. ശ്രീ, എനിക്ക് പ്ലീസ്, എനിക്ക് ആ കുട്ടിയെ കണ്ടേ പറ്റൂ. ശ്രീ പറയും, ഓക്കെ മാഡം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഇറങ്ങണേ. ഇതേ സമയം രാധികയെ കൂട്ടി വിനയ മാഡം സ്റ്റുഡിയോ ഒന്ന് പുറത്തിറങ്ങാ. ശ്യാമയും അശ്വതിയും ശ്രീയും വേഗം പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും ഇവർ കാറിൽ കയറി പോകും. ശ്യാമ ഇറങ്ങുമ്പോ കാറ് പോകുന്നതാണ് കാണുന്നത്. മുഖത്ത് വീണ്ടും ആകെ സങ്കടവും നിരാശയും. ശ്യാമ ഇങ്ങനെ സങ്കടത്തോടെ കരയും. ശ്യാമെ എന്ന് വിളിച്ച് അശ്വതിയും വരും. ശ്രീ പറയും, അവര് പൊക്കളഞ്ഞല്ലോ മാഡം. ശ്യാമ പറയും, ശ്രീ, എനിക്ക് ആ കുട്ടിയെ കണ്ടേ പറ്റുള്ളൂ. ശ്രീയുടെ കയ്യിലെ വിനയ മാഡത്തിന്റെ നമ്പർ ഇല്ലേ, ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുമ്പോ ശ്രീ ഫോൺ എടുത്ത് വിനയ മാഡത്തെ വിളിക്കാ. കിട്ടുന്നില്ല മാഡം, ചിലപ്പോ ഡബ്ബിംഗ് സമയത്ത് ഓഫാക്കി വെച്ചതായിരിക്കും, ഓൺ ചെയ്ത് കാണില്ല. അപ്പോ ശ്യാമ പറയും, അല്ല, നിങ്ങൾ ആ കുട്ടിയുടെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടോ? ശ്രീ പറയും, ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിനയ മാഡത്തെ വിളിക്കാനാ പറഞ്ഞത്. കണ്ടുപിടിക്കണമെന്ന് മാഡത്തിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കതിന് മാർഗം ഉണ്ടാക്കാം. ശ്യാമ ആകെ സങ്കടത്തിലാവുന്നുണ്ട്. അങ്ങനെ ശ്രീ പറയും, അല്ല മാം, നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞ റെക്കോർഡിങ്ങിന് വിളിക്കാ. ശ്യാമ പറയും, ഞാൻ എന്താ വരാം, നടന്നോളൂ. അങ്ങനെ ശ്രീ പോയി കഴിഞ്ഞാലേ അശ്വതി പറയും, എത്ര അടുത്തുണ്ടായാലും കാണാൻ പറ്റാത്ത അവസ്ഥയാ അല്ലേ? ശ്യാമ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ ചെന്നാലും എല്ലാവരും പറയുന്നു എന്നെ പോലെ തന്നെ ഉണ്ടെന്ന്. ഇപ്പതാ എന്നോടൊപ്പം വന്ന് പാടി തിരിച്ചുപോയി, എന്നിട്ട് പോലും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അവര് വന്ന് കാണാൻ എന്നെ വിളിച്ചതാ, അപ്പോഴും ഞാൻ മാറി നിന്നു. അതെങ്ങനെയാ, തലവിധി ഇങ്ങനെയല്ലേ? അശ്വതി പറയും, ടെൻഷൻ ആവില്ലേ, എന്തായാലും വിനയപ്രസാദിനെ ആ കുട്ടിയെ അറിയാലോ, കണ്ടുപിടിക്കാൻ ഇതിനേക്കാൾ എളുപ്പമുള്ള മാർഗം വേറെ ഉണ്ടോ? ദൈവം നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്, പക്ഷെ അതിനിടയിലെ ഇങ്ങനെയൊന്ന് കളിപ്പിക്കുന്നു മാത്രം. ശരിയാവും ശ്യാമേ. ശ്യാമ പറയും, എന്റെ വിശ്വാസം കൂടുന്നേ ഉള്ളൂ, തട്ടിത്തടഞ്ഞ് കാണാതെ പോകുമ്പോ സങ്കടമുണ്ട്, പക്ഷെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ദൈവത്തിന്റെ കളി അല്ലാതെ എന്താ. ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രൊഡ്യൂസർ ഹരിയോട് പറയും, ആ കുട്ടിയുടെ പാട്ട് കേട്ടത് മുതലേ ശ്യാമ മേഡം വല്ലാത്തൊരവസ്ഥയിലാണ്, എന്താണാവോ കാരണം? ഹരി പറയും, കലാകാരന്മാരല്ലേ, അവരുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? പ്രൊഡ്യൂസർ പറയും, ശ്യാമ മേഡം കൂടെ പാടിക്കഴിഞ്ഞാ ഒരു കാര്യം ഉറപ്പാ, ഈ പാട്ട് കയറി അങ്ങ് കൊളുത്തും. അങ്ങനെ ശ്യാമ ബാക്കി പാട്ട് പാടാണ്. ശ്യാമ ആ പാട്ട് പാടുന്ന സമയത്ത് രാധികയെ പണ്ട കോളേജിൽ വെച്ച് കണ്ടതും പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു മിന്നൽ പോലെ കണ്ടതും എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാ പാട്ട് പാടുന്നത്. കരഞ്ഞുകൊണ്ട് പാടുന്നു എന്ന് വേണമെങ്കിൽ പറയാം, എങ്കിലും പാട്ട് മനോഹരായിട്ടാ പാടുന്നത്. അങ്ങനെ അവരെല്ലാം സൂപ്പർ എന്ന് പറഞ്ഞ് ക്ലാപ്പ് ചെയ്യാണേ. കണ്ണീരൊക്കെ തുടച്ചിട്ടാ ശ്യാമ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. വേഗം വന്ന് ഇച്ചിരി വെള്ളം കുടിക്കും. ആകെ വല്ലാത്തൊരവസ്ഥയിലാ ശ്രീ. ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സുകൊണ്ട് ഞാനൊരു പാട്ട് പാടി തീർത്തത് ഇന്നാണ്. നമുക്ക് ഈ സോങ് മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കിയാലോ? ശ്രീ പറയും, അതിനെന്താ, കേൾക്കാലോ. അങ്ങനെ ആ പാട്ട് പ്ലേ ചെയ്യുമ്പോ ശ്യാമ പാടിയ പോർഷനും രാധിക പാടിയതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കേൾക്കുമ്പോ ശ്യാമയ്ക്ക് വല്ലാത്തൊരു സങ്കടം. എങ്കിലും ആ പാട്ട് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ആസ്വദിക്കുമ്പോഴും പ്രസവിച്ചതും അഖിലിനെ നഷ്ടമായതും പിന്നെ കോളേജിൽ വെച്ച് ഓരോ നിമിഷവും ശ്യാമയെ കണ്ടതും എല്ലാം ഇങ്ങനെ ആലോചിക്കാ. റോഡിലൂടെ നടന്നു പോകുന്നതൊക്കെ പിന്നെ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഡയറക്ടറേക്കും, എടോ കുഴപ്പം വല്ലതും ഉണ്ടോ? ശ്രീ പറയും, ഇല്ല സാർ, ഞാൻ പറഞ്ഞില്ലേ മനസ്സുകൊണ്ട് പാടിയതാണെന്ന്, അത് തന്നെ കാര്യം, വല്ലാതെ ഫീൽ ആയിട്ട് തോന്നിയിട്ടുണ്ടാകും. അപ്പൊ പ്രൊഡ്യൂസർ പറയും, അതെ, ശ്യാമ മേഡം പറഞ്ഞതൊക്കെ നമുക്ക് പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കണം കേട്ടോ. ഇത്രയും വലിയൊരു പാട്ടുകാരി ഇങ്ങനെയൊക്കെ പറയുമ്പോ അത് പുറം ലോകം അറിയണ്ടേ? ശ്രീ പറയും, നമുക്ക് നോക്കാം സാർ. എനിവേ എല്ലാം നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഇപ്പോഴും സങ്കടത്തിലാ. ശ്യാമേ എന്ന് വിളിക്കുമ്പോ ശ്യാമ പറയും, ഇത്രയും നാൾ തിരഞ്ഞിട്ട് കണ്ടില്ല, ഇപ്പൊ ഞാൻ അറിയാതെ ഇവിടെ എത്തി എന്റെ കൂടെ പാടി. ചേച്ചി, ആ ശബ്ദം എന്റെ മോളുടേതാ, ഞാനും അവളും കൂടിയാ അമ്മയ്ക്കും മോൾക്കും വേണ്ടിയിട്ടുള്ള പാട്ട് പാടിയിരിക്കുന്നത്. എന്നിട്ടും ഞങ്ങൾ തമ്മിൽ കണ്ടില്ല.
അശ്വതി പറയും തെരഞ്ഞു പിടിക്കാനുള്ള എല്ലാ മാർഗവും ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ടല്ലോ, പിന്നെ എന്തിനാ ശ്യാമേ ഇങ്ങനെ വേദനിക്കുന്നത്? ശ്യാം പറയും ശരിയാണ്, മുമ്പൊക്കെ അകലെ നിർത്തി കളിച്ചിരുന്ന ദൈവം ഇപ്പോ കൺമുന്നിൽ നിർത്തി കളിപ്പിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞത് കേട്ടില്ലേ, എന്നെ പോലെ ഉണ്ടെന്ന്? ശബ്ദം കേട്ടപ്പോ ചേച്ചിയും പറഞ്ഞില്ലേ എന്നെ പോലെ ഉണ്ടെന്ന്? അശ്വതി പറയും എല്ലാം ശരിയാ, കൂടിപ്പോയാൽ ഈ പാട്ട് പുറത്തു വരുന്നത് വരെ, അതിനപ്പുറം ആ കുട്ടിക്ക് ഒളിച്ചിരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ അമ്മയും മകളും കണ്ടുമുട്ടുന്നത് ഏതെങ്കിലും വലിയ വേദിയിൽ വെച്ചിട്ടായിരിക്കും. വലിയൊരു സദസ്സിനെ സാക്ഷിയാക്കി നിങ്ങൾ ഒന്നിക്കും. ശ്യാം പറയും ചേച്ചിയുടെ വാക്ക് ഫലിക്കട്ടെ. പുറത്തേക്ക് ഞാൻ കരയാണെങ്കിലും എന്റെ ഉള്ളില് സന്തോഷം പറഞ്ഞാ മതിയാവില്ല. എന്റെ മോള് എന്നെ പോലെ, എല്ലാ അർത്ഥത്തിലും എന്നെ പോലെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കാണ്. കാരണം നല്ല സന്തോഷമുണ്ട് എന്നാ കാണാൻ കഴിയാത്ത ആ ഒരു സങ്കടമുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് സോണിയ ബാഗൊക്കെ തൂക്കി ഫയലൊക്കെ ഇട്ട് കണിമംഗലത്തേക്ക് വന്നിരിക്കുക. ആദ്യം തന്നെ ബൈജു അവിടെ കാറ് കഴുകുന്നതാ കാണുന്നത്. അങ്ങനെ ബൈജു ആരാ എന്താന്നൊക്കെ അന്വേഷിക്കുമ്പോ ഹെൽത്ത് എന്നാന്ന് പറയും. അതൊരു മാസം മുമ്പ് എടുത്തു പോയതാന്ന് പറയുമ്പോ അതെ ആണ്, പക്ഷേ അതിനുശേഷവും പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ടല്ലോ. കല്യാണം കഴിച്ചു കൊണ്ടുവന്നവരും വിദേശത്തുനിന്ന് വന്നവരും അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന് നോക്കുമ്പോ ബൈജു ആ ഉണ്ട്, കല്യാണം കഴിഞ്ഞ ഒരാള് വന്നിട്ടുണ്ട്, വരണ്ട ഭാര്യ, ഈ അടുത്ത വിവാഹം കഴിഞ്ഞത്. ഓ ആ കുട്ടിയുടെ പേരെന്താ? പ്രിയങ്ക. ഇവിടെ അടുത്തുള്ളതാണോ അതോ മറ്റു വല്ല ജില്ലകളിൽ നിന്നും? അല്ലേ, ഇവിടെ ശ്രീകൃഷ്ണപുരത്തുള്ളതാ. ശ്രീകൃഷ്ണപുരം, ആ അതെനിക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ. അവിടെ ഒരു ക്ഷേത്രം ഇല്ലേ, ആ ക്ഷേത്രത്തില് ഒരു വലിയ തിരുമേനിയുണ്ട്. അപ്പോഴേക്കും ബൈജു പറയും ആ തിരുമേനിയുടെ മകളെയാ ഇങ്ങോട്ട് വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്, ദേവനാരായണൻ തിരുമേനിയുടെ. സോണിയ പറയും ആ കുട്ടി ഒന്ന് വിളിക്കാവോ? ആ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണേ. അപ്പൊ സോണിയ ശ്യാമയുടെ ഫോട്ടോ ഇങ്ങനെ കൈ പിടിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രിയനെ കുട്ടി ബൈജു വരും. ഇതാണ് പ്രിയങ്ക എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അപ്പോ സോണിയക്ക് ഇതങ്ങ് സംതൃപ്തിയാവുന്നില്ല. കാരണം പ്രതീക്ഷിച്ചു വന്നത് ശ്യാമയെ പോലെ ഒരാളാണല്ലോ. അങ്ങനെ ബൈജു കാര്യങ്ങളൊക്കെ പറയാണ്, ഇവര് ഹെൽത്ത് വന്നതാണെന്നൊക്കെ. അങ്ങനെ സോണിയയ്ക്കും കുട്ടി ദേവനാരായണൻ തിരുമേനിയുടെ മകളാണോ? പ്രിയങ്ക പറയും അതെ, തിരുമേനിക്ക് കുട്ടിയല്ലാതെ വേറെ മക്കളുണ്ടോ? പ്രിയങ്ക പറയും ഇല്ല, കുട്ടിയെ എനിക്ക് കണ്ടു പരിചയമുണ്ട്, പക്ഷേ ഇപ്പൊ എന്തോ ചേഞ്ച് വന്നതുപോലെ. അപ്പൊ പ്രിയ പറയും നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നേ, ഇതൊക്കെയാണോ സെൻസസിലെ ചോദ്യങ്ങള്? സോണിയ പറയും സോറി, എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ പ്രിയങ്ക പറയും നിക്ക്, നിങ്ങൾക്ക് എന്താ ഒരു പരിഭ്രമം പോലെ? സോണിയ പറയും ഒന്നുമില്ല, ഞാനെന്തിനാ പരിഭ്രമിക്കുന്നത്? പ്രിയ പറയും നിങ്ങൾ ശരിക്കും സെൻസസ് എടുക്കാൻ വന്നത് തന്നെയാണോ? അതേ കുട്ടി, ഇവിടെ ഒരാള് പുതിയ മെമ്പർ വന്നു എന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കാണാന്ന് വെച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് സോണിയ പോവും. പ്രിയങ്കയ്ക്ക് നല്ല സംശയമുണ്ട്, ബിജു അവരുടെ സംസാരത്തിൽ എന്തെങ്കിലും പന്തികേട് തോന്നിയോ? ബിജു പറയും ആദ്യം സംസാരിച്ചപ്പോ അങ്ങനെ തോന്നിയില്ല, പക്ഷേ പ്രിയങ്ക പുറത്തു വന്നതിന് ശേഷം എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നി. കള്ളക്കൂട്ടങ്ങളെല്ലാം ഇനി ആരെങ്കിലും ഇതുപോലെ വന്നാലേ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം കേട്ടോ. ബിജു അങ്ങനെ അത്രയും പറഞ്ഞ് പ്രിയ പോവാ. ശേഷം സോണിയ പുറത്തിറങ്ങി കഴിഞ്ഞാലേ രാധികയെ വിളിക്കണേ, മാഡം ഞാൻ ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്കയെ കണ്ടു. ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ സോണിയ പറയും പക്ഷെ മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒക്കെ നേരിട്ട് സംസാരിക്കാൻ സോണിയ, എത്രയും പെട്ടെന്ന് സോണിയ എന്റെ മുന്നിൽ എത്തണം, ബാക്കി ചില കാര്യങ്ങള് നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. ഓക്കെ മാഡം എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യാണ് സോണിയ. ഐശ്വര്യ സോണിയ കണ്ടിരിക്കുന്നത് ശ്യാമയുടെ മകളെയാണെന്നാ. അങ്ങനെ അതാലോചിച്ച് സന്തോഷിച്ച് നിക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിനയ മാഡത്തിന്റെ കാർ ഇങ്ങനെ വരുന്നതാ. വഴിയിൽ വെച്ച് രാധിക ഇറങ്ങണേ, മോളെ ഞാൻ അമ്പലത്തിൽ വിടുവായിരുന്നല്ലോ. അപ്പൊ രാധിക പറയും വേണ്ട മാഡം, മാഡത്തിന്റെ ഫ്ലൈറ്റിനുള്ള സമയമായില്ലേ. അപ്പൊ വിനയ മാഡം പറയും ആദ്യം ചെന്നേ മോളെ അച്ഛനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയൂ. രാധിക പറയും വേണം മാഡം, ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ അച്ഛനോട് എനിക്ക് സന്തോഷ വാർത്ത പറയണം. അറിയാതെയാണെങ്കിലും കയ്യിൽ വന്ന ഈ പ്രതിഫലം ഇതെന്റെ അച്ഛന്റെ കയ്യിൽ വെച്ചു കൊടുക്കണം, അച്ഛന് സന്തോഷാവും. മാഡം പറയും മോളോടൊപ്പം കുറച്ച് സമയം കൂടെ ചെലവഴിക്കണം എന്നുണ്ട് എനിക്ക്, പക്ഷേ ഞാൻ ഇവിടുന്ന് നേരെ ഹൈദരാബാദിലേക്ക് പോവാ, ഒരു തെലുങ്ക് ചിത്രമുണ്ട്, ഇനി ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാനുള്ള നേരെയുള്ളൂ. രാധിക പറയും കുഴപ്പമില്ല മാഡം പൊയ്ക്കോളൂ, എന്തായാലും എനിക്ക് മാഡത്തോട് ഒരുപാട് നന്ദിയുണ്ട്, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളെ സമ്മാനിച്ചത് മാഡമാണ്. വിനയ മാഡം പറയും രാധിക ഞാൻ നിനക്ക് നല്ല വലിയൊരു ഭാവി കാണുന്നുണ്ട്, നിന്നിൽ വലിയൊരു ഭാവിയുണ്ട്. ഇന്ന് നീ പരിചയപ്പെട്ട മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ നിന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വെറുതെ ആവില്ല. എവിടെയായാലും മോളെ ഞാൻ ഓർക്കും, അതുപോലെ എന്താവശ്യമാണെങ്കിലും മോൾ എന്നെ വിളിക്കണം, ഞാൻ ഓടിയെത്തും നിന്റെ അടുത്ത്. രാധിക ഇത്രയും വലിയ ഒരാളെ എന്റെ അടുത്ത് മിണ്ടേയും നിൽക്കൊക്കെ ചെയ്യുന്നേ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. മാഡം പറയും ഭാഗ്യം കൊണ്ടല്ല, അതിനുള്ള കഴിവുള്ളവളായതുകൊണ്ടാ നീ എനിക്ക് പ്രിയപ്പെട്ടവളായത്. നിന്നെ ലോകം അറിയുന്നൊരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. രാധിക്കും സന്തോഷാവുന്നുണ്ട്. ഈ സമയം മാഡത്തിന്റെ കൂടെയുള്ള ആൾക്ക് ഒരു ഫോൺ വരികയാണേ. മാഡം ചോദിക്കും ആരാ? അപ്പൊ അവര് പറയും സ്ഥിരം വരാറുള്ള ഒരു നമ്പർ ഇല്ലേ അതാ, ഇത് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോ മാഡം പറയും വേണ്ട, എടുക്കുന്നില്ലെങ്കിൽ എടുക്കുന്നില്ല എന്നേ ഉണ്ടാവോ, ബ്ലോക്ക് ചെയ്താ വിഷമാവും, ഓഫ് ചെയ്തേക്കോ എന്നിങ്ങനെ പറയുമ്പോ അവരത് കട്ടാക്കും.
വിളിക്കുന്നത് ശ്യാമയാണ്. ശ്യാമയ്ക്ക് സങ്കടാവുന്നുണ്ട്. എന്താ എടുക്കാത്ത? വീണ്ടും വീണ്ടും തടസ്സങ്ങൾ വരികയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് വിഷമിച്ചിരിക്കുക. ഇതേ സമയം രാധികയോട് മാഡം പറയും, എങ്കിൽ ഞാൻ പോട്ടെ മോളെ, പിന്നെ നിന്റെ ഒരു സങ്കടം ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എന്താന്നിങ്ങനെ നോക്കുമ്പോ മാഡം പറയും, ശ്യാമ മാഡത്തെ കാണാനുള്ള നിന്റെ ആഗ്രഹം, അത് നടക്കാത്തതിലുള്ള നിന്റെ സങ്കടം ഞാൻ നിനക്ക് വാക്ക് തരാ. അധികം വൈകാതെ ഞാൻ നിന്നെ ശ്യാമ മേഡത്തിന്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തും. വേറൊരു കാഴ്ചക്കല്ല. ഒരുപക്ഷെ ഞാൻ നിർബന്ധിച്ചാൽ കുറച്ചു സമയം നിന്റെ കൂടെ ഇരിക്കാനും നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും തയ്യാറാവും. രാധിക പറയും, എനിക്കൊന്നും വേണമെന്നില്ല മാഡം, എനിക്ക് ശ്യാമ മേഡത്തെ ഒന്ന് കാണണം, ആ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കണം, പിന്നെ ആ കാലുകളില് ഒന്ന് തൊട്ടു തൊഴണം, അത്രയേ ഉള്ളൂ. മാഡം പറയും, ആരാധകര് ദൈവത്തിന്റെ ഭാഗമാവുന്നത് മോളെപ്പോലുള്ളവരുണ്ടാകുമ്പോഴാ എന്ന് പറഞ്ഞ് രാധികയുടെ കെട്ടിപ്പിടിച്ച് നെറ്റിയില് ഒരു ഉമ്മ കൊടുത്ത് ബൈ പറഞ്ഞ് അവിടുന്ന് പോവാണ്. വിനയ മാഡം ഇതൊക്കെ ഇങ്ങനെ രാധിക നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്